Hey beautiful people, welcome back to another video of Triple I Commerce Academy. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വെറൈറ്റി എന്നല്ല. വി ആർ ഗോയിങ് ടു സീ സംതിങ് ഡിഫറെൻറ്റ്. ലെറ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ബാക്കിൽ കാണുന്ന സമയത്ത് ഒരാൾ കാര്യമായിട്ട് ഇരുന്നിട്ട് ഒരു ലെറ്റർ എഴുതുന്ന കാണാം അല്ലേ. ലെറ്റേഴ്സ് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സിന്റെ സ്വഭാവം പലതാണ്. പല രീതിയിലുള്ള ലെറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഫോമൽ സ്വഭാവത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്, ഇൻഫോമൽ തരത്തിലുള്ള ലെറ്ററുകളുണ്ട്. എന്താണ് ഫോമൽ സ്വഭാവത്തിലുള്ള ലെറ്ററുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള ലെറ്ററുകളെയാണ് നമ്മൾ ഫോമൽ ലെറ്ററുകൾ എന്ന് പറയാം. അതേ സമയത്ത് ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കണ്ട പിക്ചർ ഒരു തരത്തിൽ ഇൻഫോമൽ ആണ്. ആളുടെ ആർക്കോ പ്രിയപ്പെട്ട ഒരാൾക്ക് കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് കംപ്ലീറ്റ്ലി ഇൻഫോമൽ ആയിരിക്കും. യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഫോർമൽ ചൊവ്വകളും അല്ലെങ്കിൽ ഫോർമൽ സ്വഭാവവും ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെറ്ററുകളായിരിക്കും ഇൻഫോമൽ ലെറ്ററുകൾ അല്ലേ. ഇതില് പ്രത്യേകിച്ച് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നില്ല, നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഏകദേശം ആ ഫോമാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചർ മനസ്സിലാകും. അതുപോലെ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി അതിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൽ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ദാറ്റ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു ഡു ടുഡേ. സോ ഐ ഹോപ്പ് എവറിബഡി ഈസ് റെഡി. നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരും കൂടെ പഠിക്കട്ടെ, അവരും കൂടെ അറിയട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ലെറ്റർ ടു ദ എഡിറ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഓൾറെഡി മനസ്സിലായി. ഏതെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം അധികാരികളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ലെറ്ററാണ് ഈ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ ആരുടെയെങ്കിലും ശ്രദ്ധ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും മിക്കവാറും ഒക്കെ ലെറ്റർ ടു ദ എഡിറ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെന്തുമാകാം. അതൊരു ഫോമൽ ആയിട്ടുള്ള ലെറ്ററാണ്, പ്യോർലി ഒരു ഫോമൽ സ്വഭാവമുള്ള ലെറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഫ്രണ്ട്ലി ടോക്കുകളൊന്നും ആവശ്യമില്ല. ഓക്കെ, കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോ നമ്മുടെ ചേട്ടനോ അനിയത്തിക്കോ ഗേൾഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഒന്നും അല്ല ഈ ലെറ്റർ എഴുതുന്ന. പ്യോർലി ഒഫീഷ്യൽ രീതിയിൽ പോകുന്ന ഒരു ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ആയിരിക്കും ഇതിലെല്ലാം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് നോക്കിക്കോളൂ. സെൻഡറിന്റെ അഡ്രസ്സ്, അതായത് നമ്മൾ ലെറ്റർ എഴുതുന്ന ആൾ ആരാണോ അയാളുടെ അഡ്രസ് ആണ് നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത്. അഡ്രസ് ഓഫ് ദി സെൻഡർ. ഓക്കെ, ഇപ്പൊ ഞാനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ എൻ്റെ അഡ്രസ്സാണ് എഴുതുക. നിങ്ങളാണ് ലെറ്റർ എഴുതുന്നത് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ് എഴുതുക. അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഈ സിംപ്ലി പറയുകയാണെങ്കിൽ ഫ്രം അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ആദ്യമേ ടു അഡ്രസ്സ് കൊടുക്കും എന്നിട്ട് ഫ്രം എഴുതും. അങ്ങനെ ചെയ്യരുത്. ആദ്യമേ നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ടു അഡ്രസ്സ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യണം. അതിലിപ്പോൾ നിങ്ങൾക്ക് പേര്, വീട്ടുപേര്, ലൈൻ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോമാറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. അതിനുശേഷം നമ്മൾ ഡേറ്റ് ലൈനാണ് കൊടുക്കുക. ലെറ്റർ എഴുതുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദെൻ അതിനുശേഷം വി ആർ മൂവിങ് ടു നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ടു അഡ്രസ്സ് കൊടുക്കുക. ആദ്യം ഫ്രം അഡ്രസ്സ് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു, അതിനുശേഷം ടു അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അതായത് ആർക്കാണ് കൊടുക്കുന്നത്, ദ എഡിറ്റർ അല്ലേ. മിക്കവാറും ദ എഡിറ്ററിനായിരിക്കും. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ വിട്ടുപോയിട്ടുള്ളൊരു സാധനം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് ലൈൻ ആണ് കേട്ടോ. സബ്ജക്ട് ലൈൻ ഇവിടെ കൊടുക്കാം. അതായത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ലെറ്റർ എഴുതുന്നത്, ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് ലെറ്റർ വായിക്കുന്നതിന് മുന്നേ തന്നെ റിസീവറിന് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ജക്ട് ലൈൻ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് REG റിഗാർഡിങ് എന്ന് കൊടുത്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് വിട്ടു പോകരുത്, അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഫൈൻ. അതിനുശേഷം നമുക്ക് സല്യൂട്ടേഷൻ കൊടുക്കാം. എന്താണ് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെറ്റർ വായിക്കുന്ന ആളിനെ നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. സർ, മാഡം എന്നുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഭിസംബോധന ചെയ്യാം. ഹേയ് ഡാർലിംഗ് എന്ന് പറയുമോ? നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം എന്താ, ഇതൊരു ഇൻഫോമൽ ലെറ്റർ അല്ല, ഇതൊരു ഫോമൽ ലെറ്റർ ആണ്. അതിലൊരിക്കലും നമ്മുടെ ഒരു ഫ്രണ്ട്ലി ടോക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സല്യൂട്ടേഷൻ എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിന് സല്യൂട്ടേഷൻ കൊടുത്തിട്ടൊരു കോമ ഇടുക. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഫൈൻ. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്ററിലേക്ക് വരികയാണ്. അതിന് നമുക്ക് പലതായിട്ട് ഒറ്റ സ്ട്രക്ചർ ആയിട്ട് എഴുതാം. പക്ഷെ അതിനെ 3 ആയിട്ട് ഭാഗിച്ചൊരു ഇൻട്രൊഡക്ഷൻ, കോണ്ടന്റ്,
കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ സ്ട്രക്ചർ ചെയ്യാം. റീസൺ, എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ള റീസൺ അവിടെ എഴുതാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടു സീ ദാറ്റ് ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ അബൌട്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചിട്ട്. ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഷുഡ് നോട്ട് ബി ടോട്ട് അപ് ടു ക്ലാസ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിയായ ഒരു കാര്യമാണോ എന്നുള്ള കൺസേൺ അറിയിച്ചുകൊണ്ട് ഒരാൾ എഴുതുന്ന ഒരു ലെറ്റർ ആണിത്. ഓക്കെ, അപ്പൊ അതൊരു പെർട്ടിക്കുലർ എന്താ പറയുക ഒരു കോഴ്സാണ്. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുവാ, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റിനെ ഒന്ന് മാറ്റി എഴുതുക. സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോമാറ്റ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ രീതിയിൽ എഴുതുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആർഗ്യുമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നിങ്ങളുടെ സജഷനും ഒപ്പീനിയനും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള. ഐ സ്ട്രോങ്ലി ബിലീവ്, ഇവിടെ കണ്ടോ, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇംഗ്ലീഷ് ഇസ് ദ ഓൺലി ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയനും ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ആൻഡ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫൈൻ. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താടാ ഈ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ? അതായത് എൻഡ് ചെയ്യുക, അവസാനിപ്പിക്കുക ലെറ്റർ. ഒരു കൺക്ലൂഷനും ശേഷം ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയത്തില്ലേ, അതാണ്. അതായത് സദ്യയൊക്കെ വിളമ്പിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പായസം ഒഴിക്കത്തില്ലേ, പായസം ഒഴിച്ച് നമ്മൾ പപ്പടം കൂട്ടി അടിക്കത്തില്ലേ, അതുപോലെയാണ് സംഭവം. അതായത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് ആലോചിച്ചാൽ മതി. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ, അത് യുവേഴ്സ് ട്രൂലി എന്ന് പറയാം, അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ഒബീഡിയന്റ്ലി, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് എഴുതാം. ഓക്കെ, ഒരു ഫോർമൽ സ്വഭാവം കീപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലവിങ്ലി എന്നൊന്നും കൊടുക്കരുത്, അത് ഒരു ഇൻഫോർമൽ സാധനമാണ്, അങ്ങനെയൊന്നും കൊടുക്കരുത്. അത് നമ്മൾ ഇൻഫോർമൽ ലെറ്റർ നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രദറിനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും എഴുതുമ്പോൾ യുവേഴ്സ് ലവിങ്ലി വിത്ത് ലവ് എന്നൊക്കെ എഴുതാം. ഒരിക്കലും ഒരു ഫോർമൽ ലെറ്ററിൽ നമ്മൾ അങ്ങനെ എഴുതരുത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഏതാന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം യോസ് ട്രൂലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സിഗ്നേച്ചർ കൊടുക്കുക. ആൻഡ് ആരാണ് ലെറ്റർ എഴുതിയെന്ന് വെച്ചാൽ അയാളുടെ പേരും കൂടെ കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ റെഡിയാണ്. അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഈ ലെറ്റർ മൊത്തത്തിൽ ഞാനിത് അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഫസ്റ്റ് സെൻഡറിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ, അല്ലെ, ആരാണോ ലെറ്റർ എഴുതുന്നത് ആളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സിയുടെ അഡ്രസ്സ്, അതായത് ആർക്കാണോ പോകുന്നത്, ആർക്കാണോ പോകേണ്ടത്, ടു ദ എഡിറ്റർ, അയാളുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സബ്ജക്ട് ലൈനിന്റെ ആവശ്യമുണ്ട്, അത് ഇവിടെ നമ്മൾ കൊടുക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ ആണ് ഇവിടെ വരുന്നത്. അത് ബോഡി ഓഫ് ദ ലെറ്റർ നമ്മൾ കൊടുത്തു. അത് പലതായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിനുശേഷം ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് പേര് സിഗ്നേച്ചർ കൊടുത്ത് തീർന്ന് ഖത്തം, കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. 8 മാർക്ക് കയ്യിൽ വന്ന്. ചെറിയ കാര്യമാണോ? അല്ല. 8 മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. സോ കാര്യമായിട്ട് മക്കളെ ഒന്ന് പഠിച്ചു വെച്ചോ. അത്രയും മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു സാമ്പിൾ ലെറ്റർ, വേറൊരു ലെറ്റർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതേ ഫോമാറ്റ് തന്നെയാണ്. സബ്ജക്ട് ലൈൻ അല്ല, നമ്മുടെ അഡ്രസ്സ്, സെന്ററിന്റെ അഡ്രസ് ഉണ്ട്, പിന്നെ ഡേറ്റ് ലൈൻ ഉണ്ട്, അഡ്രസ്സീസ് അഡ്രസ് ഉണ്ട്, സബ്ജക്ട് ലൈൻ ഉണ്ട്, പിന്നെ സല്യൂട്ടേഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബോഡി ഓഫ് ദ ലെറ്റർ ഉണ്ട്, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറൈറ്റ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. ഈ ഫോമാറ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ തന്നെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങേണ്ടതിന്റെ സമയമാണ്, അല്ലെങ്കിൽ ആവശ്യകതയുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ ആ സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ബാക്കി കാര്യങ്ങളും ബാക്കി അപ്ഡേറ്റ്സും ബാക്കി പുതിയ വീഡിയോസും ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ആൻഡ് ദിസ് ഇസ് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി, ആൻഡ് ദിസ് ഇസ് മീ ഹാരി സൈനിങ് ഓഫ്. Thank you so much for watching.